മാം സത്യത്തിൽ അധികം സംസാരിച്ചില്ല, അല്ലെങ്കിൽ മാമിന്റെ സംസാരത്തിലാണ് കുറെ പേര് എന്താ പറയാ നിങ്ങളുടെ ഒരു റിലേഷൻ പുറമെ ജസ്റ്റ് ഫോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ വെറുതെ കാണുമ്പോൾ തോന്നുന്ന കുറെ നെഗറ്റീവ് കമന്റിനപ്പുറം പറയുന്ന നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇന്റർവ്യൂസിൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഓരോ സത്യസന്ധമായുള്ള ഓരോ വാക്കുകളുണ്ട്. അത് രണ്ടുപേരുടെയും ആൾക്കാരിലേക്ക് എത്തി. അതാണ് നിങ്ങൾ ഇത്രയും വൈറലാവാൻ സാധ്യത കാരണം. ഫസ്റ്റത്തെ ആ ഒരു ചെറിയൊരു രണ്ടുപേരെയും ഒരു മുഖഭാവോ അല്ലെങ്കിൽ ഏജോ അങ്ങനത്തെ ഒരു നെഗറ്റീവിന് അപ്പുറം നിങ്ങൾ കൊടുത്ത ഇന്റർവ്യൂ സത്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയ കാര്യമാണ്. എനിക്കും ആദ്യം എന്താണ് നമുക്കൊരു ഫസ്റ്റ് ഒരു ഇത് വരില്ലോ, അതൊക്കെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മൊത്തം എന്താ പറയാ ഇതിനൊക്കെ അനുസരിച്ച്. അപ്പോ ഈ ശരിക്കും നമ്മള് മാഡത്തിന്റെ ഒക്കെ സംസാരം കേൾക്കുമ്പോ അഭിനയിക്കുക എന്ന് പറയുന്ന കുറെ കമന്റുകൾ ഉണ്ട് ഭയങ്കരമായിട്ട്. പക്ഷെ കുറെയൊക്കെ സത്യസന്ധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് അങ്ങനെ നെഗറ്റീവ് പറയണവരായിട്ട്? ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ കമന്റ് നോക്കാറില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ അഭിനയിക്കുകയാണ്. ആർട്ടിസ്റ്റുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് അഭിനയിച്ചു അങ്ങനെ പറയുള്ളൂ. ഇനി മരണം വിട്ട് പോയി കരഞ്ഞാലും അത് അഭിനയിക്കുകയെന്ന് പറയും. അത്രേ പറയുള്ളൂ. എനിക്കിത് എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെയാണോ അതാണ് അവിടെ പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഭിനയിക്കും നല്ല വൃത്തിക്ക്. അത് നമ്മൾ ലൊക്കേഷനിൽ പോയാൽ ഡയറക്ടർ പറയും ആ ക്യാമറ കറക്റ്റായിട്ട് അഭിനയിച്ചു കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ഇതിലേക്ക് മുന്നിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഇത് കണ്ടെത്തൽ മനസ്സിലായി ഞാൻ ഇങ്ങനെയാണ്. സംസാരം പോലും ക്ലിയറല്ല വരും. എല്ലാവരും അധികം കരഞ്ഞു കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരും എന്നെ ചിരിച്ചിട്ടേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെയാണ്. ചിലവർക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഈ എന്താണ് ആളുകൾ കാണാൻ വേണ്ടിയുള്ള ചിരി അത് വേണ്ട, അതിൻ്റെ മനസ്സിൽ കുറേ പ്രയാസം ഉണ്ടല്ലോ എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ മാക്സിമം എൻ്റെ സംഘടന ആരോട് പറയാൻ വേണ്ടി ശ്രമിക്കലില്ല. ആളെ മനസാക്ഷി ഉള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്. അത് മോശം പറഞ്ഞതൊക്കെ അല്ല. ഞാൻ പറഞ്ഞത് ആദ്യം വരുന്ന കമൻസുകളും ഇത് ഒരുപാട് ഗ്രൂപ്പിലൊക്കെ പോകുന്നുണ്ട്. അവർക്കറിയില്ല ഞങ്ങൾ എന്താണെന്ന് അറിയില്ല. മീൻസ് എൻ്റെ കാര്യമില്ല, എൻ്റെ കാര്യം ഞാൻ എന്താണ് ഒരു അഭിനയിക്കുക ഒരു ആർട്ടിസ്റ്റ് എന്ന നിലക്ക് മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. പക്ഷെ എന്താണ് എൻ്റെ ലൈഫ് എന്നൊന്നും ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ ഇത് കമൻസ് വായിക്കുമ്പം ഏട്ടനെ കുറിച്ചും അത്ര ഇതായിട്ട് പറയുന്നത്, എന്നെക്കുറിച്ച് മോശമായി പറയുന്നത് അവർ മൊത്തം ഷെയർ ചെയ്യും. അത് അവർ കണ്ട് ആസ്വദിക്കും. പക്ഷെ എന്തെങ്കിലും നമ്മളെ ഭാഗത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്നതാണ് ദിവ്യ എന്നറിയണ്ടേ, അതിനുവേണ്ടിയാണ് ഞാനത് കുറച്ച് കാര്യം അത് കുറച്ചെങ്കിലും ഇങ്ങനെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ഇന്നതാണ്. ബാക്കിയൊന്നും അനുഭവിച്ചവർക്ക് അത് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതേ ലെവലിൽ പോയവർക്ക് ഏകദേശം മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എന്താണെന്ന് അറിഞ്ഞതും അവരാ ഒരു സ്നേഹം തിരിച്ച് എനിക്ക് തന്നത്. അതാ ഞാൻ പറഞ്ഞ അവരെ മനസ്സിനകത്തേക്ക് എന്നെയും എന്താണ് നമ്മളെ ഈ കുടുംബത്തിനെ അവരെ കുടുംബത്തിലൊരു അംഗമാക്കി മാറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, സന്തോഷം. ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ കരഞ്ഞാലും പറഞ്ഞു ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്.